അങ്ങനെ ഒരു അച്ഛൻ്റെ പീഡന കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ അച്ഛന്മാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ ഇത് എവിടെ പോയി അവസാനിക്കും എന്നുള്ളതാണ്. വികാരം മൂത്തവന്മാരെ വികാരി അച്ഛന്മാർ എന്ന് പറയുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം നമുക്ക് ആ വാർത്തയൊന്ന് വായിക്കണ്ടേ? അതിന് മുമ്പൊരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എന്താണെന്നറിയാം, പുരോഹിതന്മാരെന്ന് പറയുമ്പം ദൈവത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ദൈവപുത്രന്മാരാണ്, ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, ദൈവത്തിൻ്റെ വാക്കുകൾ പറയുന്ന ദൈവപുത്രന്മാരായ, ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായ ആൾക്കാരാണെന്നാണ്. ഇവരിൽ നിന്ന് തന്നെ മോശമായ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ വികാരി അച്ഛന്മാരെയൊക്കെ കെട്ടിച്ചു കൊടുക്കണം. ഇവന്മാർക്ക് വികാരം മൂത്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന കുഞ്ഞാടുകളാണ് എടുത്തു വെച്ച് ചെയ്യുന്നതെന്നുള്ളതാണ്. അതൊരു കഷ്ടപ്പെട്ട കാര്യമല്ലേ, മോശപ്പെട്ടൊരു കാര്യമാണ്. അപ്പം നമുക്ക് വാർത്തയിലേക്ക് പോകാം. വാർത്ത ഇതാണ്. കൊല്ലം ധ്യാനം കൂടാനെത്തിയ കുഞ്ഞാടിനെ ദിവ്യബലി അർപ്പിച്ച മുട്ടനാട് പിടിയിൽ. അങ്ങനെയൊന്നും മുട്ടനാടെന്നൊന്നും അച്ഛനെ വിളിച്ചൂടാ, ഹാലേലൂയ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ദിവ്യബലി അർപ്പിച്ച മുട്ടനാട് പിടിയിൽ. കൊല്ലത്ത് ധ്യാനം കൂടാനെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പുരോഹിതൻ അറസ്റ്റിൽ. ഫാദർ ഡെന്നീസ് പ്രവീണാണ്. അങ്ങനെ വരാൻ കഴിയില്ലല്ലോ. ഡെന്നീസ് എന്ന് തന്നെയാണോ അതോ വേറെന്തെങ്കിലും ആണോ എന്നുള്ളത് നമ്മൾ ചർച്ചയ്ക്ക് വെക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ധ്യാനത്തിനെത്തിയ പെൺകുട്ടിയെ 2 വർഷത്തോളം, 1-2 അല്ല കേട്ടോ, ഈ 2 വർഷം എന്നൊരു കണക്ക് വേറെവിടെയോ കേട്ടതുപോലെ നിങ്ങൾക്ക് തോന്നുന്നില്ല? എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. എവിടെയോ ഒരു പീഡനം മണക്കുന്നുണ്ട്. 2 വർഷത്തോളം പീഡനത്തിന് ഇരയാക്കി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2022 മുതൽ, ഡേറ്റും കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ, എവിടെയോ എന്തോ ഇടിക്കുന്നത്, 2024 വരെയുള്ള കാലയളവിൽ അപ്പം കറക്റ്റായി 6 തവണ ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. നീണ്ടകരയിലെ ഒരു ആരാധനാലയത്തിൽ വൈദികനായിരുന്ന സമയത്ത് അവിടെ വെച്ച് 3 തവണ. എന്തോ പിന്നീട് തിരുവനന്തപുരത്തെ ഒരു സ്ഥാപനത്തിൽ വെച്ച് 3 തവണയും പീഡനം നടന്നതായാണ് പരാതി പറയുന്നത്. അതിജീവിതയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുന്നതിനൊപ്പം സമാനമായ പരാതികൾ മറ്റാരെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിക്കണം പോലീസ്. ഇവന്മാർ ഒരെണ്ണത്തിലടങ്ങുന്നവന്മാരല്ല. ഇവന്മാർക്ക് പലയിടങ്ങൾ കയറി പല കൂത്താട്ടങ്ങൾ നടത്തുക എന്നുള്ളത് ഇവന്മാരുടെ ശീലമാണ്. മനസ്സിലായില്ലേ? പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം. സൂപ്പർ, നല്ലൊരു വാർത്തയാണ്. ആ വാർത്ത പങ്കുവെച്ച ഈ പറയുന്ന പ്രസ് റിപ്പോർട്ടർക്ക് എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലച്ചോ, അച്ഛൻ എത്ര തന്തയച്ചോ? അതെന്താണ് അച്ചോ ഇങ്ങനെ പല ഫാദർ സിൻഡ്രം കാണിക്കണത്? അവിടേക്ക് പ്രാർത്ഥനയ്ക്ക് വന്നതല്ലേ അച്ചോ? വെഞ്ചരിപ്പിന കുന്തിരിപ്പിന ഒക്കെ പോയാൽ അതൊക്കെ ചെയ്താൽ പോരെ? എന്തിനാണ് അച്ചോ ഈ പറയുന്ന കുഞ്ഞാടിനെ കയറി നിങ്ങൾ വേണ്ടാത്ത പരിപാടിക്കൊക്കെ പോകുന്നത്? അച്ഛനിക്ക് വേണമെങ്കിൽ ഒന്ന് കിട്ടുമല്ലോ, സിമ്പിളല്ലേ? അങ്ങനെയൊക്കെ ചെയ്തുകൂടെ അച്ചോ? എന്തിനാണ് അച്ചോ ഇങ്ങനെ കുത്തിക്കഴുപ്പം കൊണ്ട് നടക്കുന്നത്? മോശമല്ലേ അച്ചോ? അച്ഛൻ ചെയ്തത് ഒന്നാമത്തെ കാര്യം ദൈവത്തിനെ പറ്റിക്കുക എന്നുള്ളതാണ്. ദൈവം പോലും കല്യാണം കഴിച്ചിട്ടില്ല. ഏസപ്പൻ കല്യാണം കഴിച്ചിട്ടില്ല. ഏസൻ വെരി ഡീസൻ്റ് ആണ്. ഇന്ന് വരെ ഒരു പെണ്ണ് കേസില്ല. അതേസമയം അപ്പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ പെണ്ണ് കേസിൻ്റെ ബഹളം. അതേസമയം ഇതിൽ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. വളരെ മാനസ്ഥനാണ്. അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അമ്മയ്ക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. എന്നിട്ടും മനുഷ്യരല്ല, ദൈവമാണ്. എന്നിട്ടും ആ ദൈവത്തിന് നാണം കെടുത്തുന്ന രീതിയിൽ എന്തിനാണ് അച്ചോ ഇമാതിരി തെണ്ടിത്തരങ്ങൾ കാണിക്കാൻ പോകുന്നത്? അച്ഛൻ എന്ന് വിളിച്ച വാ കൊണ്ട് അച്ഛനെ തെണ്ടി എന്ന് വിളിപ്പിക്കല്ലേ അച്ചോ? മഹാമോശമാണ്, മ്ലേച്ഛമാണ്. പെണ്ണ് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ എന്ത് ചെയ്യണം? അച്ഛനിക്ക് കുത്തിക്കഴപ്പുണ്ടെന്ന് മനസ്സിലായ സ്ഥിതിക്ക് അച്ഛനൊരു കല്യാണം കഴിക്കുക, എന്നിട്ട് അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് വെള്ള നൈറ്റി ഇട്ടുകൊണ്ട് ഇറങ്ങി നാട്ടുകാരെ വലിപ്പിക്കാൻ നടക്കരുത്. കയ്യിൽ കുരിശ് വെച്ച ഉടനെ ദൈവപുത്രനായി എന്ന് തെറ്റിദ്ധരിക്കരുത്. നാക്കിൽ നിന്ന് വരുന്നത് വികട സരസ്വതിയാണ് എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും ഈ കൊച്ചിനെ വളച്ച് പിടിച്ച് വെച്ചിരിക്കുന്നു. എന്തായാലും ഈ 6 വട്ടവും പീഡിപ്പിച്ചത് ഒരെണ്ണത്തിനെ ആയതുകൊണ്ട് കുഴപ്പമില്ല. 1-ൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ പലതവണ പല രീതിയിൽ പല പീഡനങ്ങൾക്ക് ശരിയാകുമല്ലേ? എല്ലാം ഇല്ല പവറാണ്. ഏതെന്നറിയാമോ? വജൈന പവർ ഉണ്ടെങ്കിൽ പല പാതിരിമാരുടെയും മുഖം വൈകൃതപൂർണമായി മാറും എന്നുള്ളതാണ് ഒരു വസ്തുത. എന്തോ
ആദ്യം തന്നെ ഇവന്മാരുടെ അസറ്റ് പരിശോധിക്കണം. ഇവന്മാർക്ക് എവിടെ നിന്നാണ് ഈ പണം ഉണ്ടാവുന്നത്, ഇവന്മാർ എന്തിനാണ് ഇതിലേക്ക് വരുന്നത് എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കൂടെയൊക്കെ ഉള്ള നല്ല ഫാദേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പഠിച്ച സമയത്ത് എനിക്കൊരു ആൻ്റണി ഫാദറിനെ അറിയാം. ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ മാത്രമല്ല, അദ്ദേഹം ഞങ്ങളുടെ പ്രിൻസിപ്പളായിരുന്നു, ജ്യോതി നികേതൻ്റെ പ്രിൻസിപ്പളായിരുന്നു, സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് പ്രിൻസിപ്പൾ. അദ്ദേഹത്തിനെ പോലൊരു ഡീസൻറ്റ് മനുഷ്യൻ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഗോഡ് ഫാദർ ആയിരുന്നു അദ്ദേഹം, എൻ്റെ കെയർ ടേക്കർ ആയിരുന്നു. ഐ മീൻ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ടുള്ള സിഗ്നേച്ചറൊക്കെ ഇടാനുള്ള അതോറിറ്റി എൻ്റെ പേരൻസ് തന്നെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഫാദറാണ്. അദ്ദേഹവും വിവാഹിതനൊന്നും അല്ലായിരുന്നു, നല്ല മനുഷ്യനാണ്. ഇങ്ങനത്തെ ഒരു കുനാഫിക്കേഷനും ഒരു കൊനിഷ്ടിനും ഒന്നും അദ്ദേഹം പോയി എൻ്റെ അറിവിലില്ല. അതൊക്കെ നമുക്ക് അക്ഷരം തെറ്റാതെ അച്ഛൻ എന്ന് വിളിക്കും. ഇത് പല തന്തമാരുണ്ടാക്കിയ അച്ഛന്മാരായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നതും. എന്നിട്ടിരുന്നുകൊണ്ട് ഇവന്മാരെ ഉപദേശമാണ് സഹിക്കാൻ പറ്റാത്തത്. ആൾറെഡി വൃത്തികേടുകൾ കാണിച്ച് തൊട്ടിത്തരമൊക്കെ കാണിച്ചിട്ടിരിക്കുന്ന ഈ വൃത്തികെട്ടവന്മാർ മറ്റുള്ളവരെ ഉപദേശിക്കും. ഇങ്ങനെയൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല, നീ ഇങ്ങനെ നടക്കാൻ പാടില്ല, നീ ഇങ്ങനെ നിൽക്കാൻ പാടില്ല, നീ മറ്റവനെ നോക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കുന്ന യുവമാരെ ചെക്കിട്ടടിച്ച് പൊട്ടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരല്പമെങ്കിലും പിന്നെ ഈ കുഞ്ഞാടുകൾക്ക് ദൈവഭക്തി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിൽ അറിഞ്ഞ് പൊട്ടിച്ച് വിട്ടുകൊടുക്കണമെന്നുള്ളതാണ്. അത്യാവശ്യം ഒരു പ്രതലം ഉണ്ടാക്കും, എന്നിട്ട് അതിനകത്ത് കയറിയിരിക്കും, ഞാനാണ് അച്ഛൻ, ഞാൻ ഭയങ്കര അച്ഛനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയറിയിരിക്കും. അവിടെ ഇരുന്ന് കൊണ്ടിട്ടുള്ള സർവത്ര സംഗതികളുടെയും ചരടുവരി നടത്തും. അതുമാത്രവുമല്ല, കിട്ടിയാലൊന്ന് ഞവിടാൻ വേണ്ടിയിട്ട് സൗകര്യത്തിനായി അത്തരത്തിൽ നിരാലംബരായവർക്ക് ആശ്രയം കൊടുക്കും. ഇപ്പോൾ ഒരു വീട്ടിൽ ഭർത്താവ് മരിച്ചു എന്ന് വയ്ക്കാം, അവിടെ 2-3 പെൺകുട്ടികളുണ്ടെന്ന് വയ്ക്കാം. ആ കുടുംബത്തിന് ഏറ്റെടുക്കുന്ന അച്ഛന്മാർ നമ്മൾ കാണാറില്ലേ? ഉണ്ട്. എന്തിനാണെന്നറിയാമോ? ഞവിടാൻ സമയം കിട്ടുമ്പോൾ ഞവിടാൻ. ഈ ഞവിടാൻ ആ കുട്ടികൾ വിമുഖത കാണിക്കുമ്പോൾ അവർ പാച്ചയ്ക്ക് തെറി വിളിക്കുക, മോശം പറയുക, വളരെ വൃത്തികെട്ട രീതി അധിക്ഷേപിക്കുക. നിവൃത്തികെട്ട് വേറെ വഴിയില്ലാതെ അച്ഛൻ്റെ ഞൗടലിന് അവർ സമ്മതം കൊടുക്കും. ഇത്തരത്തിൽ ഞൗടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് പലരെയും സഹായിക്കുന്നൊരു ടേമുണ്ട്. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ ആ വീട്ടിലേക്ക് ആ പെൺകുട്ടികളിൽ ഒരാളെ കല്യാണം കഴിച്ചുകൊണ്ടെന്ന് നോക്കിയാൽ അയാളെ ടാർഗറ്റ് ചെയ്യും. ഇനി അയാളെ ഈ പറയുന്ന അച്ഛനെതിരെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളെ ടാർഗറ്റ് ചെയ്യും, അയാളെ ഒതുക്കാൻ നോക്കും. പറ്റിയില്ല എങ്കിൽ അടുത്തെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ മക്കൾ ആരെങ്കിലും വളർന്നു വരുന്നുണ്ടോ എന്ന് നോക്കും. ഈ അമ്മയ്ക്ക് വേറെ മക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടികൾക്ക് വേറെ മക്കളുണ്ടെങ്കിൽ ആ മക്കൾ തലയെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് തലയെടുത്ത് വന്ന അച്ഛൻ്റെ സുനാമണി അത് പിടിച്ച് ചവിട്ടിപ്പൊട്ടിച്ച് ദൂരക്കളയും. പിള്ളേരാണേ, പ്രത്യേകിച്ച് ഈ കൊല്ലമാണേ സ്വദേശം, കൊല്ലത്തെ പിള്ളേരൊക്കെ ഭയങ്കര വേറെ ലെവലാണ്. അവന്മാർ കയറി അങ്ങ് മേഞ്ഞ് നിരത്തി അങ്ങ് വിട്ടുകളയും. അപ്പോൾ അത് നല്ല പേടിയുണ്ട്. അപ്പോൾ കൊല്ലത്ത് വളർന്ന കൊല്ലക്കാരനായ മകനുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അവനെ ഡീഗ്രേഡ് ചെയ്യണം, അവനെ എങ്ങ് നശിപ്പിക്കണം, ഥാറടിക്കണം. ഇതൊക്കെയാണ്. അതിനിപ്പോൾ ഞാൻ ഈ പറഞ്ഞ അച്ഛൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഈ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിച്ചെന്നേ ഉള്ളൂ. എന്നാലും എൻ്റെ അച്ചോ, നിങ്ങളൊരു പാതിരിയല്ലേ അച്ചോ? നിങ്ങളെത്ര അച്ഛനുണ്ട് അച്ചോ? ഇങ്ങനെ തന്തയില്ലാത്തരം നിങ്ങൾ കാണിച്ചില്ല. ആ കുട്ടീനെ ഇത്രമാത്രമൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി അച്ചോ? ഇതൊക്കെ മോശമല്ലേ അച്ചോ? എങ്ങനെ അച്ചോ നിങ്ങളെ വിശ്വസിച്ചിട്ട് ഒരു പെൺകുട്ടി അവിടെ കുമ്പസാരക്കുട്ടിലേക്ക് വരും? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കുമ്പസാരത്തിന് ഈ അച്ഛന്മാരുടെ അടുത്ത് പോകരുത്. ഇവർക്ക് വേറെ കൺട്രോളില്ലല്ലോ. ഇതൊക്കെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ അടിച്ച് കയറ്റി അവിടെ കുത്തിക്കയറി ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പല തോന്നലുകളും തോന്നും. അങ്ങനെയുള്ള അച്ഛന്മാർക്ക് നമ്മളൊരു അടിവരയിട്ട് നീക്കി നിർത്തണം. പിന്നെ അച്ഛനാണെന്നുള്ള പദവിയൊക്കെ അങ്ങ് എടുത്ത് ദൂരെ കളയണം. ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിച്ചു എന്ന് കണ്ട പിന്നെ വലിച്ചങ്ങോട്ട് കീറുക എന്നുള്ളതാണ് അത് തന്നെ. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.